അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്ന വിഷയം സ്നേഹബന്ധങ്ങളുടെ ദൃഢത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. ഇത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപാട് ആളുകൾക്ക് ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോവുക, നമ്പറൊക്കെ ബ്ലോക്കാക്കി പോവുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് വരെയുള്ള അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇത് ആ വ്യക്തിയുടെ സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിതയായ ആളിന് താങ്ങാൻ കഴിയുന്നതിനേക്കാളും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിനെന്താണ് പരിഹാരം? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം സംസാരത്തിൽ, പെരുമാറ്റത്തിൽ സംഭവിച്ചു പോകുന്ന വീഴ്ചകളാണ്. ഒരാൾ പറയുന്ന കാര്യങ്ങൾ അടുത്തയാൾക്ക് അത് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അതിൻ്റെ പ്രതിഷേധമായിട്ടായിരിക്കും ബ്ലോക്ക് ചെയ്യുന്നതും മിണ്ടാതിരിക്കുന്നതും തിരിച്ചു വിളിക്കാതിരിക്കുന്നതും ഒക്കെ. അപ്പം ഇതിൽ ഒരു പരിധിവരെ നമ്മുടെ പെരുമാറ്റവും സംസാരവും ക്രമീകരിച്ചാൽ കുറേയൊക്കെ പ്രശ്നങ്ങളെ കുറയ്ക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, രണ്ട് വ്യക്തികൾ പരസ്പര ആകർഷണത്തോടുകൂടി പൊതുവിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേറ് ബാധിച്ചിട്ട് ആകർഷണങ്ങൾ കുറയുന്നു. കാരണം മനുഷ്യരിൽ അസൂയ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഈ അസൂയ മനസ്സിൽ നിന്നുണ്ടാകുന്നു. അപ്പം ആ ദൃഷ്ടി കൊണ്ട് കാണുന്നു, അതിനെയാണ് കണ്ണേറായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് പല വ്യക്തികളുടെ ആകർഷണത്തെ ബാധിക്കുന്നു. ഇത് പിന്നീട് വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ബന്ധങ്ങൾ പിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ വരെ എത്തിച്ച് കൊണ്ടുവരുന്നു. ശക്തമായ കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ സ്നേഹബന്ധത്തിൽ ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ, ശത്രുദോഷങ്ങളെ നീക്കുന്നതിലൂടെ ആകർഷണം വർദ്ധിപ്പിക്കാനും ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും കഴിയും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.